നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുകാന്തിന്റെ ബന്ധുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 1 മണിക്കൂറോളം ചോദ്യം ചെയ്തു പോലീസ്. മലപ്പുറം സ്വദേശിയായ സുകാന്തും കുടുംബവും ക്ഷേത്ര ദർശനത്തിന് പോകുന്നുവെന്ന് അയൽക്കാരോട് പറഞ്ഞിട്ടാണ് ഒളിവിൽ പോയത്. സൂചനകളെ തുടർന്ന് 2 ദിവസമായി തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൂടാതെ ഇയാൾ ഉടൻ പിടിയിലാകുമെന്ന സൂചനയും പോലീസ് പുറത്തുവിടുന്നുണ്ട്. തൃശൂരിലും പാലക്കാടും ബന്ധുക്കളുടെ വീടുകൾ നടത്തിയ റെയ്ഡുകളിൽ സുകാന്ത് അറസ്റ്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സുകാന്തിന്റെ അവസാനത്തെ മൊബൈൽ സിഗ്നൽ പുതുച്ചേരിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇയാൾ ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടിരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. കേരള പോലീസും ഇന്റലിജൻസ് ബ്യൂറോയും ഉൾപ്പെടുന്ന സംഘം 2 ടീമായാണ് അന്വേഷിക്കുന്നത്. 2 ആഴ്ചയായി പോലീസിനെ വലച്ചുകൊണ്ടിരിക്കുകയാണ് സുകാന്ത് എന്ന IB തല. എന്നാൽ ആ തലയ്ക്ക് ഇനി അധികം ഒളിച്ചു കളിക്കാനാകില്ല. സുകാന്ത് ഒളിവിൽ കഴിയുന്നിടത്തെക്കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന്റെ പിന്നാമ്പുറം ചികഞ്ഞ പോലീസും മാതാപിതാക്കളും ഞെട്ടുകയാണ്. യുവതിയുടെ ഗർഭചിത്രം മുതൽ സുകാന്ത് എന്ന സൈക്കോ പീഡകന്റെ വലയിൽ അകപ്പെട്ട കൂടുതൽ പെൺകുട്ടികളുടെ വിവരങ്ങളും ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്നിരുന്നു. സുകാന്ത് IB ഉദ്യോഗസ്ഥയെ ദുരുപയോഗം ചെയ്യുകയും ഗർഭിണിയാക്കുകയും ചെയ്തു. തങ്ങൾ വിവാഹിതരാണെന്ന് അവകാശപ്പെട്ട് വ്യാജ വിവാഹ ക്ഷണക്കത്ത് ഹാജരാക്കി ആശുപത്രി അധികൃതരെ കബളിപ്പിച്ചു. തന്റെ ഭാര്യ ഉന്നത വിദ്യാഭ്യാസം നേടുന്നുണ്ടെന്നും ഒരു കുട്ടിയുണ്ടാകാൻ ഇപ്പോൾ തയ്യാറല്ലെന്നും ഇത് കാരണമാക്കി ഗർഭചിത്രത്തിന് സൗകര്യമൊരുക്കിയെന്നുമാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. സുകാന്തിന് IBയിലെ കുറഞ്ഞത് 2 വനിതാ ഓഫീസറുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവരിൽ ഒരാൾ മരിച്ചയാളുടെ അടുത്ത സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിയുമായതിനാൽ സുകാന്തിന്റെ ഇരട്ടത്താപ്പിനെ ചൊല്ലി ഇവരുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഗർഭചിത്രത്തിന് ശേഷം നിരന്തരമായി IB ഉദ്യോഗസ്ഥ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ സുകാന്ത് ആവർത്തിച്ചുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഈ വിവാഹം തടസ്സപ്പെടുത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് ഉദ്യോഗസ്ഥയുടെ വൈകാരിക തകർച്ചയ്ക്കും ഒടുവിൽ ആത്മഹത്യയ്ക്കും കാരണമായെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. സുകാന്ത് സുരേഷിനെ IBയിൽ നിന്ന് പിരിച്ചുവിടണം. ഇത്രയും ഫ്രോഡായ ആളെ ഇന്റലിജൻസ് വിഭാഗത്തിൽ തുടരാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കരുത്. സുകാന്ത് എവിടെയാണെങ്കിലും കേരള പോലീസ് പിടികൂടിയിരിക്കുമെന്നാണ് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. കഴിഞ്ഞ 27-ാം തീയതി മുതൽ സുകാന്തുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും നഷ്ടപ്പെട്ടിരുന്നു. ഒളിവിൽ പോകുമ്പോൾ പിന്നാലെ പോലീസ് ഉണ്ടാകുമെന്ന് IB ഉദ്യോഗസ്ഥനായ സുകാന്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ബന്ധുക്കളുമായി ഇനി അധികം കോണ്ടാക്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ഇപ്പോൾ ചോദ്യം ചെയ്ത ബന്ധുവിന് പിന്നാലെ പോയാൽ എന്തെങ്കിലും തുമ്പുണ്ടാകുമോ എന്നാണ് പോലീസ് നോക്കുന്നത്. സുകാന്തിന്റെ അടുപ്പക്കാരൻ കൂടിയാണ് ഇയാൾ. നാട്ടിൽ അധികം സുഹൃത്തുക്കൾ സുകാന്തിനില്ല. സുകാന്തിനെ കുറിച്ച് ചോദിച്ചാൽ അയൽക്കാർക്കും അധികമൊന്നും അറിയില്ല. നല്ല ചെറുപ്പക്കാരനാണെന്നാണ് കരുതിയത്. ഇതുപോലത്തെ കയ്യിലിരിപ്പുകൾ ഉണ്ടെന്ന് കരുതിയില്ല എന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. പെൺകുട്ടികളെ അഭിനയിച്ചു വീഴ്ത്താൻ പ്രത്യേക കഴിവുള്ളയാളാണ് ഈ പറയുന്ന സുകാന്ത്. ഒരേ സമയം പല IB ഉദ്യോഗസ്ഥരുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു. IB ഉദ്യോഗസ്ഥയുമായി ബന്ധമുണ്ടായിരുന്നപ്പോൾ തന്നെ വേറെ പെൺകുട്ടികളുമായി ബന്ധം തുടർന്നിരുന്നു. ഇവരിൽ നിന്നെല്ലാം സുകാന്ത് പണം വാങ്ങിയിട്ടുണ്ട്. സാമ്പത്തികമായി നല്ല ചുറ്റുപാടുള്ള കുടുംബത്തിലെ അംഗമാണ് ഈ സുകാന്ത്. പിന്നെ എന്താണ് പണത്തോട് ഇത്ര ആർത്തി? ആ യുവതിയുടെ ശമ്പളം മുഴുവൻ കൈക്കലാക്കി മാസങ്ങളോളം ഇത് തുടർന്നുവെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് തെളിവ് നിരത്തിയിരിക്കുന്നത്. ഇയാൾ മറ്റു യുവതികളിൽ നിന്നും ഈ യുവതിയിൽ നിന്നും തട്ടിയ പണം കൊണ്ട് ധൂർത്ത് നടത്തിയിരുന്നു, അടിച്ചു പൊളിച്ചിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത്തരം പണം ഇയാൾ വിനിയോഗിച്ചിരുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. എടപ്പാളിന് സമീപം ശുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുകാന്ത് സുരേഷിന്റെ വീട്. നിരവധി സ്ഥലങ്ങൾ ഇവർക്കുണ്ട്. സുകാന്തിന്റെ പിതാവ് ഏറെക്കാലം വിദേശത്തായിരുന്നു. അമ്മ ടീച്ചറും. സുകാന്ത് ഏക മകനാണ്. മികച്ച സാമ്പത്തിക നിലയിലുള്ള കുടുംബത്തിന് വിവിധയിടങ്ങളിലായി ഭൂമി മറ്റു സ്വന്തമായി ഉണ്ടെന്നാണ് അയൽവാസികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പിതാവ് ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തിയിരുന്നു. ഈ പൂത്ത കാശുള്ളവൻ പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടികളിൽ നിന്നല്ല പണം കൈക്കലാക്കിയത്? പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും പണം തട്ടുകയും ചെയ്യുന്ന സംഘങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട്. ആ റാക്കറ്റിലെ കണ്ണിയാണോ ഈ IB ഉദ്യോഗസ്ഥനായ സുകാന്ത്? ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇതെല്ലാം അന്വേഷണ വിധേയമാകേണ്ടതുണ്ട്. ഇത്ര കുടില ബുദ്ധിക്കാരനായ ഒരാൾ എങ്ങനെ IBയിൽ കയറിപ്പറ്റി എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരാളെ കണ്ടാൽ തന്നെ അവരുടെ രീതികൾ മനസ്സിലാക്കുകയും ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലടക്കം നിരവധി പരിശീലനം ഈ IB റോ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതാണ്. സുകാന്തുമായി അടുത്ത് ഇടപഴകിയിട്ട് ആ യുവതിക്ക് ഇവൻ ഒരു ഫ്രോഡാണ് എന്ന് ഇതുവരെ തോന്നിയിരുന്നില്ല. പല സത്യങ്ങളും ആ യുവതി പിന്നീടാണ് അറിഞ്ഞു തുടങ്ങിയത്. താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ അവരെ എല്ലാം അവസാനിപ്പിച്ചതാകാം. കാരണം ഗർഭചിത്രം ചെയ്തിരുന്നു ഈ പെൺകുട്ടി. അതിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. വളർത്തി വലുതാക്കിയ ഒപ്പം നിന്ന മാതാപിതാക്കളെ ചതിച്ചു എന്നൊരു തോന്നൽ കൂടി ആ പെൺകുട്ടിയെ വേട്ടയാടിയിട്ടുണ്ടാകും. മകളെപ്പറ്റി പല വാർത്തകൾ പ്രചരിക്കുന്നു. പലരും മകളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നു. ഇതൊന്നും താങ്ങാൻ കഴിയുന്ന അവസ്ഥയിലല്ല ആ കുടുംബം ഇപ്പോഴുള്ളത്. മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് തങ്ങൾക്ക് അറിയണം. സുകാന്ത് അവന് പരമാവധി ശിക്ഷ കിട്ടണം. ഇതൊക്കെയാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത്.
IB സുഗാന്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും തങ്ങളെ സഹായിക്കണമെന്നും വീട്ടിലെത്തിയ സുരേഷ് ഗോപിയുടെ ആ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പുകൊടുത്തിരുന്നു. തന്റെ മകൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുത്. അതിന് സുഗാന്ത് അഴിക്കുള്ളിലാകണം. വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബമാണ് സുഗാന്തിൻ്റെത്. അവനെ രക്ഷിച്ചെടുക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത്. അങ്ങനെ സംഭവിച്ചാൽ അവൻ ഇനിയും പുറത്തു വിലസും. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് ആ അച്ഛൻ നെഞ്ചുരുകി പറയുന്നുണ്ട്. കൂടാതെ IAS മോഹം കൂടി കൊണ്ടു നടക്കുന്നയാളാണ് ഈ സുഗാന്ത്. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും തുടങ്ങിയിരുന്നു. ഇതുപോലൊരു ഫ്രോഡ് IAS ആയാൽ സമൂഹത്തിന് തന്നെ ആപത്താണ്. സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുന്നത് തടയാനാണ് ഈ നടപടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കുടുംബത്തിന് ലഭിക്കുമെന്നാണ് സൂചന. ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി ഗർഭഛിദ്രം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത്. ഗർഭഛിദ്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം യുവതി ആശുപത്രിയിലെത്തിയ വിവരം സ്ഥിരീകരിച്ചത്. എന്നാൽ ഈ യുവതിയുമായി സുഗാന്തിന് ബന്ധമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടി ലഭിച്ചിട്ടുണ്ട്. സുഗാന്ത് യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്ന് പണം തട്ടിയിരുന്നുവെന്നും പിതാവ് പറഞ്ഞിരുന്നു. ഗർഭഛിദ്രം നടത്തുന്നതിന് ഏറെ നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ ആശുപത്രി പാലിച്ചിരുന്നു എന്നതും ഉയർന്ന ചോദ്യമാണ്. ഇനിയും സുഗാന്തിനെതിരെ IB നടപടി എടുത്തിട്ടില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥനാണ് രേഖകളിൽ ഇപ്പോഴും സുഗാന്ത്. ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇറക്കിയെങ്കിലും സുഗാന്തും കുടുംബം എവിടെയെന്നതിൽ പോലീസിന് തുമ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തിന് പുറത്തും പോലീസ് അന്വേഷണം നടത്തുകയാണ്. കഴിഞ്ഞ മാസം 24-നാണ് യുവതി ആത്മഹത്യ ചെയ്തത്. മരിക്കുന്നതിന് തൊട്ടു മുൻപും സുഗാന്തുമായി സംസാരിച്ചതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടി. സുഗാന്തിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്തായിരുന്നു സംസാരിച്ചതെന്ന് അറിയാൻ ഇയാളെ കണ്ടെത്തിയാലേ സാധിക്കൂ. സുഗാന്തിനെതിരെ യുവതിയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചിട്ടും സുഗാന്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല. പോലീസ് ഇയാൾക്കെതിരെ രംഗത്തെത്തിയപ്പോഴും ഒളിവിൽ പോയി. യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന ആരോപണത്തിലും ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പ്രത്യേക സംഘമായി തിരിഞ്ഞാണ് സുഗാന്തിനുള്ള അന്വേഷണം നടത്തുന്നത്. IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുഗാന്ത് വേറെയും സ്ത്രീകളെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട്. സുഗാന്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചതിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത്. സുഗാന്തിന് പലരിൽ ഒരാൾ മാത്രമായിരുന്നു ഈ ആത്മഹത്യ ചെയ്ത യുവതി. മകളെ സാമ്പത്തികമായി സുഗാന്ത് കബളിപ്പിച്ചിരുന്നതായി പിതാവ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നിരവധി സ്ത്രീകൾ സുഗാന്തിന്റെ വലയിലായിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത ടാബിലും മൊബൈലിൽ നിന്ന് ചൂഷണത്തിന് ഇരയായ സ്ത്രീകളുടെ വിവരങ്ങൾ കണ്ടെത്തി. ഈ സ്ത്രീകളുടെ മൊഴിയും പോലീസ് ഉടൻ രേഖപ്പെടുത്തും. പരിശീലന സമയത്തും തുടർന്ന് ജോലിയിൽ പ്രവേശിച്ച ശേഷവും കൊച്ചിയിലും സുഗാന്തും യുവതിയും ഒരുമിച്ച് താമസിച്ചിരുന്നു. ഇയാളുടെ അന്യസംസ്ഥാന സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.